അത്യുന്നതനായ ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ജൂൺ മാസം 21 ശനിയാഴ്ച കാണുവാൻ ഭാഗ്യം നൽകിയ സ്വർഗത്തിലെ പരമകാരുണ്യവാനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. 2 Corinthians chapter 13 verse 5 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ലയോ? കൊരിന്ത് പുതിയ നിയമ ആദ്യ കാലഘട്ടങ്ങളിലെ വളരെ ധന്യമായ ഒരു പ്രദേശമായിരുന്നു. അത് കച്ചവട, സാംസ്കാരിക, പൈതൃക മേഖലകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. അതുകൊണ്ട് കൊരിന്തിലെ സഭയിലും ആ പ്രദേശത്തിൻ്റെ അന്ന് അവിടെ ഉണ്ടായിരുന്ന പലവിധ നല്ലതും അഴുക്കുമായ സംസ്കാരങ്ങളുടെയൊക്കെ ബാക്കി പത്രം അറിഞ്ഞും അറിയാതെയും കടന്നുകൂടിയിരുന്നു. പൗലോസ് തൻ്റെ 2 ലേഖനങ്ങളിൽ കൂടെയും വളരെ ശക്തമായി അവരെ ഉപദേശിക്കുന്നു, താക്കീത് ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു. പ്രത്യേകാൽ 2-ാം ലേഖനം 13-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്: ഞാനിനിയും 3-ാമതൊരു പ്രാവശ്യം കൂടെ വന്നാൽ നിങ്ങളുടെ പ്രവൃത്തി ഞാൻ അവിടെ കാണുന്നത് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. കാരണം എങ്ങും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ വളരെ ഹീനമായ ജഡീക അവസ്ഥകൾ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ ഒരു വ്യക്തമായി പൗലോസ് നിശ്ചിതമായി വിമർശിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അവരോടുള്ള ഉപദേശം വളരെ ശക്തമായ നിലയിൽ പൗലോസ് തുടരുകയാണ്. അങ്ങനെ അവരോട് പറയുന്നു: നിങ്ങൾ വിശ്വാസത്തിൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. എന്നിട്ട് അവരവർക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, അല്ല ഞങ്ങൾ ശരിയാണ്, ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ തന്നെ ഉള്ളം നിങ്ങൾ ചെയ്തത് സത്യസന്ധമായിട്ടാണ് എന്ന് പറയുന്നുവെങ്കിൽ അതെ, യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് വളരെ വ്യക്തമായി പൗലോസ് പറയുക. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ആത്മീയ ക്രൈസ്തവ ലോകത്ത് നോക്കിയാൽ ഒരുപക്ഷെ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് പേരുകേട്ട ഹീനകരമായ പ്രവൃത്തികൾ മാത്രം ഒരു കുറ്റമായി കണ്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ബലഹീനതയുടെയും പോരാട്ടത്തിന്റെയും പേരിൽ എല്ലാം ആമീൻ പറഞ്ഞ് കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞ് ദൈവദാസന്മാരും ദൈവസഭയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നിലയിലോട്ട് അധപ്പതിച്ചു എന്ന് വേണം പറയുവാൻ. ഇന്ന് പാപമൊന്നും ഒരു പാപമല്ല, കുറവൊന്നും ഒരു കുറവല്ല, തെറ്റൊന്നും ഒരു തെറ്റല്ല. ഇന്ന് എന്തുമാകാം. അത് പാരമ്പര്യ സഭയേക്കാൾ പാരമ്പര്യേതര സഭയായ ഇന്നിന്റെ നൂതന സഭകൾ വളരെ
കാലോചിതമായിട്ടങ്ങ് മാറി വചനത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നു. ലജ്ജയായതിൽ മാനം തോന്നുന്നു. എല്ലാവരോടും ശരിയെന്ന് പറയുന്നു. തെറ്റ് തെറ്റാണെന്ന് പറയുവാനുള്ള നട്ടെല്ല്, ധൈര്യം ഇന്ന് ക്രൈസ്തവ നേതാക്കന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പൗലോസ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, അവരവരെ ശോധന ചെയ്യണം, പരിശോധിക്കണം. എന്താണ് ഇന്നിന്റെ എന്റെ അവസ്ഥ? പുറത്ത് ഞാൻ സമ്മതിക്കുന്നില്ല, തെറ്റ് ഏൽക്കുന്നില്ല. എന്നാൽ വ്യക്തിപരമായി ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്നെ എന്താണ് വിലയിരുത്തുന്നത്? എന്റെ സഭയിലേക്ക് നോക്കുമ്പോൾ മറ്റ് സഭക്കാരുടെ മുമ്പിൽ ഞാൻ എന്റെ സഭയെ, എന്റെ കുടുംബത്തെ, എന്നെ വാനോളം പുകഴ്ത്തുന്നു, പ്രശംസിക്കുന്നു. അവരെന്തെല്ലാം ചൂണ്ടിക്കാട്ടിയാലും സമ്മതിച്ചു കൊടുക്കാതെ ശക്തിയുക്തം എതിർത്ത് അവരോട് പോരാടി ജയിക്കാൻ ഭഗീര പ്രയത്നം ചെയ്യുന്നു. അതൊരു വശത്ത് നിൽക്കുമ്പോൾ ഞാൻ എന്നിലേക്ക്, എന്റെ മക്കളിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സഭയിലേക്ക്, എന്റെ ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ മാത്രം ഒരു തിരിഞ്ഞുനോട്ടം, ഒരു പരിശോധന, ഒരു ശോധന നടത്തുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഉത്തരം? സത്യസന്ധതയോടെ അവരവർ കണ്ടെത്തണം. ക്രിസ്തു എന്നിൽ, എന്റെ മക്കളിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ആത്മീയ ജീവിതത്തിൽ, എന്റെ സഭയിൽ വാസ്തവമായിട്ടും ഉണ്ടോ, ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവരവർക്ക് വിലയിരുത്തുവാൻ കഴിയും. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതും ആരോപിക്കുന്നതും കുപ്രചരണം നടത്തുന്നതും അവിടെ നിൽക്കട്ടെ. അത് സത്യസന്ധമായി ജീവിച്ചാലും ഇല്ലെങ്കിലും അതുണ്ടാവും. അപവാദി അപവാദം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഞാൻ എന്നിലേക്ക് വ്യക്തിപരമായി നോക്കുമ്പോൾ എന്റെ നിലവാരം എവിടെ നിൽക്കുന്നുവെന്ന് സ്വന്തം മനസാക്ഷിയോട് ഈ പ്രഭാതത്തിൽ എന്തു പറയും? അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായി, വ്യക്തിപരമായി ഒരു വിശ്വാസിയോട് സംസാരിക്കുകയാണ്. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുമ്പോൾ, പാരമ്പര്യ കുടുംബങ്ങളിലും സഭാവിശ്വാസങ്ങളിലും ജീവിക്കുമ്പോൾ, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി ഞാൻ എന്നെ ഏത് നിലയിൽ വിലയിരുത്തും? അതുകൊണ്ട് ഇന്ന് പകൽ സ്വയം ശോധനയുടെ ദിനമാവട്ടെ. കുറവുകളെയും പോരായ്മകളെയും ഏറ്റുപറയുന്ന ധന്യമായ ദിനമായി തീരട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം കർത്താവിന് മുമ്പാകെ വളരെ വിശുദ്ധവും തുറന്നതും ആകട്ടെ. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരട്ടെ. കൊരിന്ത് സഭയെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പൗലോസ് വെല്ലുവിളിച്ചു പറയുമ്പോൾ, ഈ വെല്ലുവിളി ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും എങ്ങനെ ഏറ്റെടുക്കും? അതെ, അവ ശിരസ വഹിച്ച് കുറ്റമറ്റ് ദൈവസ്ഥനിൽ നിൽക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരുക്കട്ടെ. അങ്ങനെ ഒട്ടും സങ്കോചം കൂടാതെ, മനസാക്ഷി കുത്തുകൂടാതെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ സന്താപങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ യാത്രകൾ, നമ്മുടെ ജോലികൾ, കുടുംബകാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, സകലവും തമ്പുരാൻ
ഏറ്റെടുത്ത് അനുഗ്രഹകരമായി നടത്തട്ടെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിനം എല്ലാ നിലകളിലും സന്തോഷത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി സ്വർഗീയ കൃപയിൽ പരിപാലിക്കപ്പെടുവാൻ നമ്മെ തന്നെ പ്രാർത്ഥനാപൂർവം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം. പ്രാർത്ഥിക്കാനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിനയപ്പെടുത്താം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, 2025 6 മാസത്തിന്റെ ഒരു ആഴ്ചവട്ടം കൂടെ ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. ഒരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ ഞങ്ങളെ എത്തിച്ചതിനായി സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയ്ക്ക് 2ാമത് കത്തെഴുതുമ്പോൾ വളരെ വ്യക്തമായി അവരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, പരിശോധിക്കുവീൻ. കർത്താവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയുവീൻ. അപ്പ ഈ ചോദ്യം ഇന്ന് ഞങ്ങളോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ വിലയിരുത്തുമ്പോൾ യേശു എന്നിൽ ജീവിക്കുന്നുവോ, എന്റെ കുടുംബത്തിൽ ജീവിക്കുന്നുവോ, തലമുറയിൽ ജീവിക്കുന്നുവോ, ഞാൻ അഭിമാനത്തോട് പറയുന്ന എന്റെ സഭയിൽ ജീവിക്കുന്നുവെന്ന് കണ്ടെത്തുവാൻ ഞങ്ങളുടെ ആത്മകണ്ണുകളെ തുറക്കണമേ. അപ്പ ഞങ്ങളുടെ കുറവുകൾ മറച്ചുവെച്ച് അവയൊക്കെ പൊതിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ന്യായീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ യഥാർത്ഥമായി ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് സ്വയം ശോധന ചെയ്ത് കണ്ടെത്തുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു പുനഃപരിശോധനയ്ക്കും പുനഃസമർപ്പണത്തിനുമായി ഒരുങ്ങുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെ, സന്തോഷത്തിന്റെ, തിരിച്ചറിവിന്റെ, ആത്മസമർപ്പണത്തിന്റെ ദിനമായി ദൈവകൃപയോടെ മുൻപോട്ട് പോകാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്റെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർ കാണാനോ മാർക്കിടാനോ അംഗീകാരം നേടുവാനോ ഒന്നുമല്ല. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യേശു എന്നിൽ ജീവിക്കുന്നുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയുന്ന ഏറ്റവും ധന്യമായ നിമിഷങ്ങളാവട്ടെ. അതിന് പൗലോസ് അപ്പോസ്തലന്റെ വെല്ലുവിളി ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നാം ശ്രവിക്കുകയുണ്ടായി. ആ വെല്ലുവിളി ശിരസാ വഹിച്ചുകൊണ്ട് മുഴങ്കാലുകളെ മടക്കി നാം നമ്മെ തന്നെ വിലയിരുത്തി കുറവുകൾ ഉണ്ടേയെന്ന്, പോരായ്മകൾ ഉണ്ടേയെന്ന് പരിശുദ്ധാത്മാ ബോധ്യപ്പെടുത്തിയാൽ ഒട്ടും താമസിക്കാതെ നിരുപാധികം ഏറ്റുപറഞ്ഞ് സമർപ്പിച്ച് ക്രിസ്തുവുള്ള ജീവിതത്തിന്റെ ഉടമകളായി നമ്മിൽ യേശു ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവർ തിരിച്ചറിയത്തക്കവണ്ണം സാക്ഷ്യത്തോടെ മുന്നേറുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ സർവശക്തനായ ദൈവം ഇന്ന് പകലിലും നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.